ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ ഓണം വരവായി, അത്തം കഴിഞ്ഞു, ചിത്തിര കഴിയാറായി. അപ്പോൾ പിന്നെ തിരുവോണത്തിന് തയ്യാറെടുപ്പാണല്ലേ. അപ്പം ഈ സദ്യയിൽ, ഓണസദ്യയിൽ ഒഴിച്ചുകൂടാത്ത ഒരു വിഭവമാണ്. കായയുടെ കൂടെ തന്നെ ഇവർ രണ്ടാളും നല്ലൊരു കോമ്പിനേഷനാണ്. അതായത് ശർക്കര വരട്ടി. നമുക്ക് സുലഭമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അയ്യോ സോറി, അത്ര സുലഭമല്ല, പക്ഷേ ഞാൻ പറയുന്ന പോലെ പാകത്തിന് എല്ലാം നിങ്ങൾ ചെയ്താൽ സുലഭമാണ്, ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ് അല്ലേ. പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ വരും ഇത് ഞാൻ ഇന്ന് ഉണ്ടാക്കിയപ്പം. കാരണം ഞാനും എൻ്റെ ഓപ്പയും ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഇതിന് അവസാനം ഈ കടയിൽ നിന്ന് മേടിക്കുന്ന പാക്കറ്റ് ആണല്ലോ, ആ പൊടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഓപ്പയും അടി കൂടാറുണ്ട്. എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇന്നാണ് ഞാൻ അറിഞ്ഞ ആ പൊടി കിടിലൻ സാധനമാണ്. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ 3 ഏത്തക്കയാണ് എടുത്തേക്കനെ. തൊലി കളഞ്ഞ് കുറച്ച് വണ്ണത്തിൽ തന്നെ നമ്മൾ കട്ട് ചെയ്യണം. ഒരുപാട് വണ്ണം കൂടാനും പാടില്ല, എന്നാൽ കുറയാനും പാടില്ല. ലേശം മഞ്ഞപ്പൊടി ഇട്ട് ഒരു 5 മിനിറ്റ് വെച്ചിട്ട് നമ്മൾ 5-6 വെള്ളത്തിൽ നന്നായിട്ട് കഴുകണം. എന്നിട്ട് ഇതിലേക്ക് ഒരു കോട്ടിംഗ് ആണല്ലോ പ്രധാനം. ആ കോട്ടിങ്ങിന് വേണ്ട സാധനങ്ങളാട്ടോ. ചട്ടി ചൂടാക്കാം. 1.5 സ്പൂൺ അരി, ഞാൻ പുഴുങ്ങലരി എടുത്തേക്കനെ. അത് നന്നായി വറുത്തതിന് ശേഷം ഒരു ജാറിലേക്ക് ഇത് മാറ്റാം. ഇതിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങൾ നമുക്ക് വേണം കേട്ടോ. 1.5 സ്പൂൺ പഞ്ചസാര, 1/2 സ്പൂൺ ജീരകം, നല്ല ജീരകം, 1/2 സ്പൂൺ ചുക്കുപൊടി, പിന്നെ ഒരു 3 ഏലക്കായുടെ കുരു, പിന്നെ ഒരു 10 കുരുമുളക്. ഞാനിത് 3 ഏത്തക്കായുടെ അളവാണ് പറയുന്നത്. ഇത് നല്ല പൊടിയായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. പിന്നെ നമ്മൾ വെള്ളമെല്ലാം അരിഞ്ഞു വെച്ച കായയുടെ വെള്ളമെല്ലാം മൂറ്റിയതിന് ശേഷം പോയതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാം. വറുക്കണ പരുവം വളരെ ശ്രദ്ധിക്കണം. ആദ്യം ഹൈ ഫ്ലെയിമിൽ വറുത്തിട്ട് ഇത് ഒന്നിനൊന്ന് ഒട്ടാണ്ട് നമ്മൾ വിടർത്തിയെടുക്കണം. എന്നിട്ട് ഒരു 15 മിനിറ്റ് സിമ്മിൽ വറുത്തെടുക്കണം. ഇത് വേവ് ആയില്ല എങ്കിൽ നിങ്ങളുടെ ഏത്തക്കായ ശർക്കര വരട്ടി ശരിക്കും വരില്ല. ഇത് വറുക്കണേൻ്റെ പരുവം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിത് കാണുമ്പോഴുണ്ട് വറുത്ത് കഴിഞ്ഞാൽ കിളികിളികളാന്നൊരു സൗണ്ട് വരും. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ ശർക്കര പാനി ഉണ്ടാക്കാം. ഞാൻ 150 ഗ്രാമാണ് ശർക്കര എടുത്തേക്കുന്ന. ലേശം വെള്ളം ഒഴിച്ച് നമുക്ക് കുറുക്കിയെടുക്കാം. പിന്നെ ഇത് നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ ശർക്കര വരട്ടി ഉണ്ടാക്കുന്നത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതിലത്തെ ജലാംശങ്ങൾ നമ്മൾ മാറ്റിക്കളയണത്. ഇതാണ് കേട്ടോ. ഈ 3 അച്ചാണ് ഞാൻ എടുത്തേക്കണം. അതായത് ഒരു നൂൽ പരുവം. അതെല്ലാവർക്കും അറിയാമല്ലോ. ഇങ്ങനെ ഒട്ടുമ്പം 2 വിരലും അത്യാവശ്യം ഒട്ടിയിരിക്കണം. എന്നിട്ടേ വറുത്ത് വെച്ച കായ ഇതിലേക്ക് ചേർക്കാവൂ, അല്ലെങ്കിൽ കൊളാവേ, അത് ശ്രദ്ധിക്കണം. ശർക്കരയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഫ്ലെയിമിൻ്റെ ആവശ്യം നമുക്കില്ല. പൊടിച്ച് വെച്ച ഈ പൊടി ഒന്നിച്ചിടാണ്ട് കുറച്ച് ഇട്ട് നമുക്ക് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ പൊടിച്ചത് എല്ലാം ഇടണമെന്ന് ഇല്ല, ഇട്ടാലും കുഴപ്പമില്ല. ഞാൻ ഒരു 2.5 സ്പൂണാണ് ഇട്ടേക്കണം. കോട്ട് ചെയ്ത് വന്ന അടിപൊളി ശർക്കര വരട്ടി റെഡിയാണ്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി അറിയിക്കണം. മെനി മോർ വീഡിയോസ് ടു കം. ലവ് യു ഓൾ, ബൈ.